മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരൺ ഇദ്ദേഹമാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ വിവേക് കിരണിന് ഒരു സമൻസ് അയച്ചു ED, അത് പിന്നീടൊന്നും നടപടി ഉണ്ടായില്ല, ഇതൊക്കെയാണ് ചർച്ച വരുന്നത്. പക്ഷേ പിണറായി വിജയൻ ഇന്നലെ ഒരു മറുപടി പറഞ്ഞു. അതായത് എൻ്റെ മക്കൾ പൊതുരംഗത്തൊന്നുമില്ല, എനിക്ക് അവർ നാണക്കേടോ അല്ലെങ്കിൽ അപമാനമോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കളൊക്കെ തന്നെ സേഫായിട്ട് നിൽക്കണം, പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളാനും അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കാനും വരുന്നത് വെറും അണികൾ മാത്രമാണ് എന്നൊരു സന്ദേശം കൂടി ഇല്ലേ പറച്ചിൽ? തീർച്ചയായിട്ടും ഉണ്ട്. അതെന്തൊരു അപമാനകരമാണ്. അദ്ദേഹം പറയുന്നത് എൻ്റെ മക്കൾ എനിക്ക് മാനക്കേട് ഉണ്ടാക്കിയിട്ടില്ല, അക്കാര്യത്തിൽ ഞാൻ അഭിമാനമുണ്ട്. അതിനെന്താ പറയുന്ന കാരണം എന്നറിയോ? എൻ്റെ മക്കൾ ഒന്നും പൊതുരംഗത്തില്ല. അതെങ്ങനെയാണ് സർ? എൻ്റെ മക്കളൊന്നും പൊതുരംഗത്തില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ചെയ്യുന്ന എന്തോ മോശം പണിയായതുകൊണ്ടല്ലേ അത്? അതെ. എൻ്റെ മക്കൾക്ക് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖല, നമ്മുടെ കർമ്മമണ്ഡലം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തി, അത് മാതൃകയാക്കാൻ തോന്നേണ്ടത് ആദ്യം ആർക്കാ? നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനുമല്ലേ? എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും സ്വന്തം കുടുംബത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നല്ല എൻ്റെ അർത്ഥം, ബോധ്യപ്പെട്ടിട്ടില്ല എന്നല്ല എൻ്റെ അർത്ഥം. അതെ. ഈ ചോദ്യം അദ്ദേഹത്തിന് മാത്രം ബാധകമല്ല, അദ്ദേഹത്തിൻ്റെ കാലത്തെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ബാധകമാണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ എവിടെയായിരുന്നു? കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ പാർട്ടിയിൽ വന്നിട്ട് പാർട്ടി നേതൃത്വത്തിലല്ല വന്നത്. അവരിതേപോലെ മാഫിയ ലോകത്ത് പോയിട്ട് എല്ലാ വേണ്ടാധീനങ്ങളുടെയും പേരിലാണ് അറിയപ്പെട്ടത്. അതുകൊണ്ടാണ് അവരെ കൊണ്ട് തലവേദന ഉണ്ടായത്. ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് എൻ്റെ മക്കൾ പൊതുരംഗത്തില്ല ആണല്ലോ. MA ബേബിയുടെ മക്കൾ എവിടെയുണ്ട്? തോമസ് ഐസക്കിൻ്റെ മക്കൾ എവിടെയുണ്ട്? AK ബാലൻ്റെ മക്കൾ എവിടെയുണ്ട്? ഏത് നേതാവിൻ്റെ മക്കളാണ് ഇവിടെ? ഇപ്പോൾ വിജയരാഘവൻ്റെ മക്കൾ ഇപ്പോൾ ആരുണ്ട്? ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മക്കൾ? എന്താ പുതിയ കാലത്ത് ഇവർ പറയുന്നത് പുതിയ ജനറേഷൻ അരാഷ്ട്രീയവാദികളാണ്, അവർക്ക് രാഷ്ട്രീയമില്ല? എന്താ സ്വന്തം മക്കളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ അവർക്ക് പറ്റാത്തത്? കുടുംബത്തിൽ ചെയ്തിട്ടല്ലേ സമൂഹത്തെ കുടുംബത്തിനെ മാതൃകയാക്കണ്ടേ? അപ്പോൾ കുടുംബത്തിന് പോലും ബോധ്യമില്ലാത്ത രാഷ്ട്രീയമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. 2, പൊതുരംഗത്ത് മക്കൾ വന്നാൽ എങ്ങനെയാണ് നാശം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അപമാനം ഉണ്ടാകുന്നത്? അച്ഛൻ്റെ വഴിയെ അച്ഛൻ തല്ലുകൊണ്ട് വന്നു എന്നാണല്ലോ പറയുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് ഭീകരമായ മർദ്ദനം ഏറ്റുവാങ്ങി എന്നൊക്കെയല്ലേ അദ്ദേഹം പറയുന്നത്. അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ ഒരുപാട് സമരമുഖങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായില്ലേ? പുതിയ കാലത്തില്ലേ? എവിടെയെങ്കിലും ഒരു സമരമുഖത്ത് എന്താ ഇവരെയൊന്നും കാണാത്തത്? പോട്ടെ, SFIക്കാരായിട്ട് എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ മക്കളില്ലാത്തത്? അപ്പോൾ ഇവരീ പറയുന്ന ആരാണ് SFIക്ക് വേണ്ടി തല്ലുകൊള്ളുന്നത്? ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ മക്കളാണ്. അതേസമയത്ത് എന്താണ് ഉത്തരവാദപ്പെട്ട ഒരു നേതാവിൻ്റെയും മക്കളില്ലാത്തത്? ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയണ്ടേ? ഇദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവാത്തതുകൊണ്ടാണ് ഈ പറയുന്നത്. 1, ഇനി പൊതുരംഗത്ത് മക്കൾ വന്നാൽ എങ്ങനെയാണ് അവർ ചിത്തപ്പേരുണ്ടാക്കുക? അതും എന്ത് തെറ്റിദ്ധാരണയാണ്? പൊതുരംഗത്ത് ഒരുപാട് നേതാക്കന്മാരുടെ മക്കൾ വന്നിട്ടില്ലേ? ദുഷ്പേരുണ്ടാക്കിയത് എപ്പോഴാണ്? രാഷ്ട്രീയത്തിൽ വരട്ടെ എന്ന മക്കൾ. ഇപ്പോൾ ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടറാകുന്നത് അച്ഛന്മാർക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അതെ അല്ലേ? കലക്ടർ, ഇപ്പോൾ IASകാരുടെ മക്കളൊക്കെ IASൽ തന്നെ വരണമെന്ന് തന്നെ അവർക്ക് മോഹമുള്ളത്. അതെന്താ തെറ്റാണോ? താൻ തിരഞ്ഞെടുത്ത വഴിയിൽ എൻ്റെ മക്കളും വരുന്നുവെങ്കിൽ എന്നെ അവർ അംഗീകരിച്ചു എന്നല്ലേ എൻ്റെ അർത്ഥം? എന്താ ഇദ്ദേഹത്തിന് തോന്നാത്തത്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അത്? ഇപ്പോൾ EMSൻ്റെ മോൻ EMS കൊണ്ടുവന്നിട്ടല്ല, അങ്ങയുടെ വഴിയിൽ ഞാനും വന്നോട്ടെ എന്ന് മോൻ ചോദിക്കുകയാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് വലിയ വരുമാനമുള്ള അവസ്ഥയിലാണ് ശ്രീധരൻ അന്ന്. EM ശ്രീധരൻ ഞാനും കൂടി വന്നോട്ടെ അച്ഛ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: എല്ലാ റിസ്ക്കും നീ ആയിക്കൊള്ളണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ളൊരു പണിയല്ല മോനെ. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, ജനസേവനം താല്പര്യമുണ്ടെങ്കിൽ വന്നോ. അങ്ങനെ വന്നില്ലേ? വന്നൂടെ? എന്നിട്ട് എന്താ കുഴപ്പമുള്ളത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ എത്ര പേരുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ വന്നു? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വന്നൂടെന്നേ. അപ്പോൾ പിണറായി ഇപ്പം മകനെ തള്ളിപ്പറഞ്ഞതിന് തുല്യമല്ലേ? കാരണം എൻ്റെ മക്കൾ സാമൂഹ്യ പ്രവർത്തനത്തിലില്ല, പൊതുപ്രവർത്തനത്തിലില്ല എന്ന് പറഞ്ഞാൽ മകൻ്റെ നിലപാടുകൾ ശരിയല്ല എന്നുള്ള രീതിയിൽ തള്ളുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും മകൻ്റെ നിലപാട് തള്ളിക്കളയുകയാണ്. അല്ലെങ്കിൽ ഈ പുതിയ കാലത്തെ ന്യൂജനെക്കുറിച്ച്, പുതിയ തലമുറയെക്കുറിച്ച് ഇവരെ ആക്ഷേപിക്കുന്ന ആക്ഷേപം സ്വന്തം മക്കൾക്കും ബാധകമാണ് എന്നല്ലേ എൻ്റെ അർത്ഥം? ഇനി ഇദ്ദേഹം പറയുന്നതിൻ്റെ ഒരു തെറ്റായ ധാരണ എടുത്ത് നോക്കൂ. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വന്ന മക്കളെല്ലാവരും ദുഷ്പേരുണ്ടാക്കിയോ? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇല്ലാത്തത്, ഇദ്ദേഹം മറുപടി പറയാൻ ബാധ്യസ്ഥനായൊരു കാര്യമുണ്ട്. കാര്യമായി കാണാനില്ലാത്തത് ഇടതുപക്ഷക്കാരുടെ മക്കളാണ്. ഇടതുപക്ഷത്തിൻ്റെ മക്കളില്ല, എന്നാൽ UDFലുണ്ടല്ലോ ഇഷ്ടംപോലെ മക്കൾ ഇല്ലേ? എത്ര അച്ഛന്മാരുടെ മക്കൾ? കാർത്തികേയൻ്റെ മോൻ സജീവമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട്. കാര്യമായ ദുഷ്പേരൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അവനും ഈ പറഞ്ഞ ദുഷ്പേരൊക്കെ ഉണ്ടാക്കാമായിരുന്നല്ലോ, ഉണ്ടാക്കിയിട്ടില്ല. ആരുടെ? ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മോനുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ലല്ലോ. ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. AK ആന്റണിയുടെ മോൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ കൊണ്ടുനടക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ വേറൊരു പാർട്ടിയിലേക്ക് പോയി. അദ്ദേഹവും ഇമാതിരി ദുഷ്പേരുണ്ടാക്കിയിട്ടില്ലല്ലോ വല്ലാതെ. ഇപ്പോൾ ആര്യാടൻ്റെ മോനാണ്, ആര്യാടൻ ഷൗക്കത്ത്.
അതുകൊണ്ട് എന്താപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ രാഷ്ട്രീയത്തിൽ? ഘടകകക്ഷി നോക്കിയാണെങ്കിൽ കെ എം മാണിയുടെ മകൻ, കെ എം മാണിയുടെ മകൻ സജീവ രാഷ്ട്രീയത്തിലുണ്ട്. കെ ബാലകൃഷ്ണയുടെ മകൻ ഗണേഷ്, പിള്ളയുടെ മോനുണ്ട്. ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ തന്നെ ഉണ്ട്. മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് എങ്ങനെ കുറ്റാവുക? അച്ഛനെ ഉപയോഗിച്ചിട്ട് അവർ തെറ്റായ വഴിക്ക് രാഷ്ട്രീയത്തിൽ വരുമ്പോഴാണ്. ഇപ്പോൾ കെ കരുണാകരൻ്റെ മോൻ കെ മുരളീധരൻ സേവാദളിൻ്റെ ചെയർമാനായി, പിന്നീട് വളർന്ന് ക്രമേണ വന്നിട്ട് KPCC പ്രസിഡൻ്റായി, മന്ത്രിയായി, MP ആയി, അങ്ങനെയല്ലേ വന്നത്. അതുകൊണ്ട് എന്താ കുഴപ്പം? അല്ലാത്ത കുഴപ്പം വ്യക്തിപരമായിട്ടുണ്ടെങ്കിൽ അത് വേറെ അല്ല ഇഷ്യൂ. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു അച്ഛന്മാരുടെ മക്കൾ രാഷ്ട്രീയത്തിൽ വന്നു എന്നുകൊണ്ട് എന്താ കുഴപ്പം? ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇദ്ദേഹം പറഞ്ഞതിൻ്റെ വസ്തുതാപരമായ പെശക ആലോചിച്ച് നോക്കൂ. എൻ്റെ മക്കൾ എനിക്കൊരു ദുഷ്പേരുണ്ടാക്കിയിട്ടില്ല ആണോ? അന്ന് ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹത്തിന് ദുഷ്പേരുണ്ടാക്കിയിട്ടില്ലേ? ഈ മക്കളുടെ രണ്ടുപേരുടെയും വഴി എന്താ? ഒന്ന് വിവേകിനെ കുറിച്ച് ഏറ്റവും ഒടുവിൽ വന്ന വിവരം എന്താ? വിവേകിനെ പഠിപ്പിച്ചത് കോർപ്പറേറ്റ് സ്പോൺസർമാരാണ്. ഏതോ സ്പോൺസർ പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ആരെങ്കിലും അല്ലാതെ വിവേകിനെ സ്പോൺസർ ചെയ്യുമോ? പഠിപ്പിക്കാൻ ചെയ്യില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വീണ വിജയൻ എവിടെ പഠിച്ചത്? മാതാമൃതാനന്ദമയിയുടെ ആൾദൈവങ്ങൾക്കെതിരായി ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മാതാമൃതാനന്ദമയിക്കെതിരായി സകലമാന ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, മാതാമൃതാനന്ദമയിക്കെതിരെ പുസ്തകം എഴുതാൻ ഓസ്ട്രേലിയയിലേക്ക് ആളെ പറഞ്ഞയക്കുമ്പോൾ, ആലോചിച്ച് നോക്കൂ. മാതാമൃതാനന്ദമയിക്കെതിരായി ദുഷ്പ്രചരണം നടത്താൻ വേണ്ടി മാത്രം കൈരളി ചാനൽ മണിക്കൂറുകൾ നീക്കി വെക്കുമ്പോൾ, ജോൺ ബ്രിട്ടാസിനെ അതിനുവേണ്ടി മാത്രം നിയമിക്കുമ്പോൾ, ഇദ്ദേഹത്തിൻ്റെ മോൾ എവിടെയായിരുന്നു? ഇദ്ദേഹത്തിൻ്റെ മോള് അമ്മയുടെ കൈയും കാലും പിടിച്ച് അത് ചേർക്കാൻ കൊണ്ടുപോയ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ പൊളിച്ചെടുത്ത് എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാനക്കേട് കൊണ്ടാണ്, തലയിൽ മുണ്ടിട്ടാണ് ഞാൻ പോയത്, വിജയൻ്റെ നിർബന്ധം കൊണ്ടാണ് പോയത്. എന്നിട്ട് അവർ ചോദിച്ചു അത്രേ, ഇവിടുത്തെ ഞങ്ങൾ സമ്മതിച്ചു, ഈ രാഷ്ട്രീയക്കാരെ കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ ഉപദ്രവിക്കുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സീറ്റ് തരാം, പക്ഷേ ഇവിടുത്തെ എൻട്രൻസ് എഴുതുക എന്ന് പറയുന്നൊരു മര്യാദയുണ്ട്. അപ്പോൾ ഈ മന്ദബുദ്ധി പറഞ്ഞത്രേ, എനിക്കതിനും പറ്റില്ല, എൻട്രൻസ് എഴുതിയാലും തോറ്റുപോകും. എൻട്രൻസ് എഴുതാൻ പോലും ശേഷിയില്ലാത്ത ഒരാളെയാണ് കൊണ്ടുപോയിട്ട് അമ്മ വലിയ യോഗ്യത ഉണ്ടാക്കി കൊടുത്തത്. എന്നിട്ടും ആ അമ്മയെ ചീത്ത വിളിക്കും. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വഴിയാണോ അത്? ഇദ്ദേഹം ആൾദൈവങ്ങൾക്കെതിരായി സമരം ചെയ്യുന്നു, അപ്പോൾ കാര്യം കാണാൻ മക്കളെ പഠിപ്പിക്കുന്നു. മാനം കെടുത്തിയിട്ടില്ലേ? പിണറായി വിജയൻ്റെ വഴിയിൽ മാനക്കേട് ഉണ്ടാക്കിയിട്ടില്ലേ? ഈ രണ്ട് മക്കൾക്കും ഇപ്പോൾ ED നോട്ടീസ് വന്നല്ലോ. ഒന്നെന്താ? പിണറായി വിജയൻ്റെ പേരിൽ യാതൊരു സേവനവും ചെയ്തു കൊടുക്കാതെ എക്സാലോജിക് എന്ന കടലാസ് കമ്പനിയുടെ പേരിൽ ഇവിടുത്തെ വൻകിട കമ്പനികളോട്, കരിമണൽ കർത്താവ് ഉൾപ്പെടെയുള്ളവരോട് മാസപ്പടി വാങ്ങി എന്നല്ലേ ആക്ഷേപം? ഉണ്ടാക്കി. പായസപാത്രത്തിൽ സ്വർണം കടത്തി എന്നുള്ളതല്ലേ വേറൊരു ആക്ഷേപം? സകല ഡിപ്ലോമാറ്റുകളെയും ഇവരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഡിപ്ലോമാറ്റ്സിൻ്റെ അല്ലെങ്കിൽ വിദേശ നയതന്ത്ര പ്രതിനിധികളുടെ റൂട്ട് പോലും നിശ്ചയിച്ചിരുന്ന ഇവരാണെന്ന് വന്നില്ലേ? വീണ വിജയനും പിന്നെ മുഹമ്മദ് റിയാസും തമ്മിലുള്ള വിവാഹം തീർച്ചയായിട്ടും മതേതരമാണ്, അതിനൊന്നും നമ്മളാരും എതിരല്ല. പക്ഷേ ആ വിവാഹം അത്ര നിഷ്കളങ്കമായ വിവാഹമാണോ? അതിനകത്ത് മറ്റു താല്പര്യങ്ങളില്ലേ? എങ്ങനെയാണ് വഴിവിട്ട വേഗത്തിൽ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും തോറ്റുപോയ, കോർപ്പറേഷൻ തൊട്ട് പാർലമെൻറ്റ് വരെ തോറ്റുപോയ മുഹമ്മദ് റിയാസ് എങ്ങനെയാണ് അതിവേഗത്തിൽ CPM-ന് ഏത് ചൂല് നിർത്തിയാലും നിർത്തുന്ന സുരക്ഷിതമായ ബേപ്പൂർ സീറ്റിൽ മത്സരിച്ച് MLA ആകുന്നു, കന്നി MLA മന്ത്രിയാക്കുന്നു, ജൂനിയർ ആയിട്ട് കൂടി അല്ലേ? അപ്പം ഇത് മോൾക്ക് വേണ്ടി ചെയ്തതല്ലേ? അപ്പോൾ ഇത് വഴിവിട്ട പ്രവൃത്തിയല്ലേ? ഇദ്ദേഹം ആരോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇദ്ദേഹത്തിന് അറിഞ്ഞൂടാ. അപ്പോൾ പൊതുസമൂഹം ഇതൊക്കെ നോക്കി കാണുന്നു എന്നുള്ളൊരു ബോധം വേണ്ട. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലേ ആ രീതിയിൽ നിന്ന് ചിന്തിക്കണ്ടേ? കാരണം ഞാൻ കഴിഞ്ഞാൽ പിന്നീട് പ്രളയമാണെന്ന് ചിന്തിച്ച് ഒരു മുഖ്യമന്ത്രി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, തീർച്ചയായിട്ടും പിണറായി വിജയൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യം, ക്ലിഫ് ഹൗസിൽ എത്ര റൂമുണ്ട് എന്ന് പോലും എൻ്റെ മോൻ അറിഞ്ഞൂടാ. എന്താ അതിൻ്റെ അർത്ഥം? ഒന്നുകിൽ ആ മോൻ അങ്ങോട്ട് കിടക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അച്ഛനും അമ്മയും പോയി ഔദ്യോഗിക വസതിയിൽ താമസിക്കുമ്പോഴെങ്കിലും വന്ന് നോക്കൂലേ? ക്ലിഫ് ഹൗസിലെ മുറി എണ്ണി നോക്കിയില്ലെങ്കിൽ പോലും ക്ലിഫ് ഹൗസിൽ കാണൂലേ? അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ലിഫ് ഹൗസിൻ്റെ അഡ്രസ്സിൽ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിൽ മകൻ്റെ പേരിൽ എങ്ങനെയാണ് ED നോട്ടീസ് അയക്കുക? ഞാൻ കണ്ടിട്ടില്ല. ED നോട്ടീസ് അയച്ചിട്ടില്ലെങ്കിൽ ആ നോട്ടീസ് ഒരു അഡ്രസ്സ് ചോദിച്ചു വന്നാൽ ഇവിടെ അല്ല അവൻ താമസം, ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ് വേറെ അഡ്രസ്സ് കൊടുക്കൂലേ? റീഡയറക്റ്റ് ചെയ്യണ്ടേ? അതെന്ത് ചെയ്തു? എന്തുകൊണ്ട് അയച്ചില്ല? ED എന്തുകൊണ്ട് ഫോളോ ചെയ്തില്ല? ഞാൻ നിരപരാധിയായ എൻ്റെ മോൻ്റെ പേരിൽ എന്ത് നോട്ടീസ് അയച്ചു എന്ന് എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? അതോ അമിത്ഷായെ പോയിട്ട് വിനീത വിധേയനായി നിന്ന് കയ്യും കാലും പിടിച്ചിട്ട് ED-യെ കൊണ്ട് ഇനി നോട്ടീസ് അയക്കരുതേ എന്ന് പറഞ്ഞ് സാഷ്ടാംഗം നമിച്ച് മാപ്പ് പറഞ്ഞ് ഒതുക്കിയോ? ഇദ്ദേഹം ഉത്തരം പറയേണ്ട ഒരുപാട് കാര്യങ്ങളില്ലേ? ഇദ്ദേഹം മിണ്ടിയെ കുടുങ്ങി.
മിണ്ടാതിരിക്കുന്നതാണ് അദ്ദേഹം നല്ലത്. കുറേ ദിവസം മിണ്ടാതെ നടന്നു, അവസാനം തട്ടിക്കൂട്ടി മറുപടി പറയാൻ ഇരുന്നാണ് ഇന്നലെ. അതാണ് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും അദ്ദേഹത്തിനെതിരായി വരുന്നു എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.